ഹലോ കൂട്ടുകാരെ, മലയാളി മോമിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഒക്ടോബർ മാസത്തെ പ്ലാനറിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. പ്ലാനറിൻ്റെ വീഡിയോ പ്രാവശ്യം കുറേ ലേറ്റായി പോയി എന്ന് എനിക്കറിയാം. നാളെ ഒക്ടോബർ മാസം തുടങ്ങുകയാണ്. അപ്പോൾ ഇന്നാണ് പ്ലാനർ വരച്ച് നമ്മളിപ്പോൾ പോസ്റ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇസയാണ് ഈ പ്ലാനർ എനിക്ക് പെൻസിൽ കൊണ്ടൊക്കെ വരച്ചു തന്നത്. അത് മുഴുവനായിട്ടാണ് വരച്ചു തരാമെന്നൊക്കെ പറഞ്ഞതാണ്. പക്ഷെ അവൾക്ക് പനി വന്ന് ആകെ വയ്യാതായി. പിന്നെ എനിക്കും അതുപോലെ തന്നെ നിരൂപിച്ചും ചുമയൊക്കെ വന്നപ്പോൾ എനിക്ക് ഒട്ടും സൗണ്ട് കൊടുക്കാനും ഒന്നും ഒരു സുഖമില്ലാണ്ടായി. അതാണ് ഈ പ്ലാനറിൻ്റെ വീഡിയോ ഇത്ര ഡിലേ ആയി പോയത്. അപ്പോൾ കുറേ പേരോട് സോറി പറയണു. എനിക്കറിയാം കുറേ പേരൊക്കെ വരച്ച് കഴിഞ്ഞിട്ടുണ്ടാവും. എന്നാലും നിങ്ങൾ ആരെങ്കിലും വരച്ചിട്ടില്ലെങ്കിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സ്റ്റൈലിൽ വരയ്ക്കാവുന്നതാണ്. അപ്പോൾ ഈ പ്രാവശ്യത്തെ പ്ലാനറിൻ്റെ തീം നമ്മൾ എടുത്തിരിക്കുന്നത് ബട്ടർഫ്ലൈ ആണ്. അപ്പോൾ ചിത്രശലഭം കേട്ടോ. അപ്പോൾ ബട്ടർഫ്ലൈയുടെ ഒരു ചിറകിൻ്റെ ഡിസൈനാണ് നമ്മൾ തീം പേജിൽ വരച്ച് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ തൊട്ടപ്പുറത്ത് ബട്ടർഫ്ലൈയുമായി റിലേറ്റഡ് ആയിട്ടുള്ള നല്ലൊരു വാചകം നമുക്ക് എഴുതാം. അതോടൊപ്പം തന്നെ ഒക്ടോബർ എന്ന മാസത്തിൻ്റെ പേരും അതുമായി ബന്ധപ്പെട്ടൊരു കോട്ടും കൂടി നമുക്ക് എഴുതി കൊടുക്കാം. അപ്പോൾ ഇത് നമുക്ക് ഇഷ്ടമുള്ള ഡിസൈനിലൊക്കെ വരയ്ക്കാം കേട്ടോ. നമ്മൾ കുറേ ഡിസൈൻ മുൻപ് വരച്ചിട്ടുണ്ട്. ആ വരച്ച ഡിസൈനുകളുടെയൊക്കെ വീഡിയോയുടെ ലിങ്കുകൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ നമ്മൾ കുറേ ഒരു 24ഓളം പ്ലാനർ ഡിസൈൻസ് നമ്മൾ ഇതുവരെ ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഇതുപോലെ പ്ലാനർ വരയ്ക്കുന്നുണ്ടെങ്കിൽ നമുക്ക് പിക്ചേഴ്സ് അയച്ചു തരാം. പിക്ചേഴ്സ് അയക്കേണ്ടത് malayaliMomCrafts@gmail.com എന്ന് പറഞ്ഞ മെയിൽ ഐ ഡിയിലോട്ട് നിങ്ങൾ 5-6 പിക്ചേഴ്സ് മാക്സിമം നിങ്ങളുടെ പേര് സഹിതം എനിക്ക് അയച്ചു തരാം. അപ്പോൾ ഇനി വരുന്ന പ്ലാനറിൻ്റെ വീഡിയോയിൽ നിങ്ങളുടെ പ്ലാനർ നിങ്ങൾ വരച്ചിട്ടുള്ള എൻ്റെ പിക്ചർ ഞാൻ ഉൾപ്പെടുത്തും. മാത്രമല്ല നിങ്ങളിനി നമ്മുടെ ചാനൽ കണ്ടിട്ട് ചെയ്തിരിക്കുന്ന കാർഡുകളോ ക്രാഫ്റ്റുകളോ എന്തുമായാലും അതും നിങ്ങൾക്ക് അയച്ചു തരാം. നിങ്ങളുടെ പേര് സഹിതം വെച്ചിട്ട് അയച്ചു തരാം. അപ്പോൾ അടുത്ത പ്ലാനർ വീഡിയോയിൽ ഞാനത് ഉൾപ്പെടുത്തിയ ശേഷം നിങ്ങളുടെ മെയിലിന് ആ ദിവസം റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അയച്ച വശം തന്നെ മറുപടി വരാതാവുമ്പോൾ വിഷമിക്കേണ്ട കേട്ടോ, ഞാൻ പിന്നീട് അത് അയക്കും. അപ്പോൾ എന്തായാലും നമ്മുടെ ഫസ്റ്റ് തീം പേജ് നമ്മൾ വരച്ച് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കത് ഫുള്ളായിട്ടൊന്ന് കളർ ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ കൂടുതൽ സംസാരിക്കില്ല, കാരണം എൻ്റെ സൗണ്ട് ഇത്തിരി സ്ട്രെയിൻ വരുന്നുണ്ട്. അതുകൊണ്ടാണ് കുറേ വർത്താനം പറയാത്തത്. അപ്പോൾ നമുക്കിത് ഫുള്ളായിട്ടും കളർ ചെയ്യാം. നമ്മുടെ അടുത്ത പേജ് ഒക്ടോബർ മാസത്തെ കലണ്ടർ നമ്മൾ വരച്ചു കൊടുക്കുകയാണ്. നമ്മുടേതായ ഡിസൈനിൽ ഇഷ്ടമുള്ള പോലെ നമുക്ക് വരയ്ക്കാം. അപ്പോൾ നമ്മൾ ഒക്ടോബർ എന്ന് എഴുതി ബോക്സുകൾ വരച്ച് ദിവസവും തീയതിയും കൃത്യമായിട്ട് എഴുതാം. ഞാൻ എഴുതുന്നതിൽ എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ നിങ്ങൾ കലണ്ടർ എടുത്ത് വെച്ച് കറക്റ്റായിട്ട് അത് എഴുതാനായിട്ട് ശ്രദ്ധിക്കുക.
അപ്പോൾ നമ്മുടെ മനസ്സിൽ ഓരോ ഫീലിങ്സിന് വേണ്ടിയിട്ട് നമ്മൾ ഓരോ കളേഴ്സ് തീരുമാനിച്ചു. അതിനനുസരിച്ച് നമ്മൾ ആ കളറുകൾ അതിൽ കളർ ചെയ്ത് കൊടുക്കുക. നമ്മൾ ഈ ഒരു ബട്ടർഫ്ലൈയുടെ ഡിസൈനിൻ്റെ ഉള്ളിൽ 1 മുതൽ 31 വരെയുള്ള തീയതികൾ എഴുതി കൊടുക്കുക കേട്ടോ. അതിനുശേഷം ഓരോ ദിവസത്തെയും ഫീലിങ്സ് എന്താണോ അതിനനുസരിച്ചുള്ള കളർ അതിൽ കളർ ചെയ്ത് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. അപ്പോൾ ഞാൻ ഈ പ്രാവശ്യം വരയ്ക്കുമ്പോൾ ഇത്തിരി സ്ലോയിൽ കാണിച്ചു തരണം കേട്ടോ. കാരണം എന്ന് വെച്ചാൽ ചിലവർക്ക് കഴിഞ്ഞ പ്രാവശ്യത്തേക്ക് ഇത്തിരി സ്പീഡ് കൂടിപ്പോയി എന്ന് പറഞ്ഞു. സ്ലോയിലാവുമ്പോൾ നിങ്ങൾക്ക് ഇത്തിരി കൂടി മനസ്സിലാവുമല്ലോ. അടുത്ത നമ്മൾ വരച്ചിട്ടുള്ളത് ഹാബിറ്റ് ട്രാക്കർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പേജാണ്. ഈ ഒരു പേജിൽ 3 കാര്യങ്ങൾ നമ്മൾ എഴുതിയിരിക്കുന്നത്. വേക്കപ്പ് ഏർലി, അതുപോലെ തന്നെ ജേർണൽ എഴുതുക, സ്റ്റഡി എന്നിങ്ങനെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1 മുതൽ 31 വരെ തീയതികൾ എഴുതുക. ഓരോ ദിവസം ഈ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ ടിക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ അതിനാണ് നമ്മൾ ഈ നമ്പർ ഇട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരു ഹാബിറ്റ് നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ, അല്ലെങ്കിൽ പുതിയ ശീലങ്ങൾ ഉണ്ടാക്കിയെടുക്കാനാണ്, അത് ഫോളോ ചെയ്യാനുള്ള ഒരു പേജും കൂടിയിട്ടാണ് ഇത്. ലാസ്റ്റ് പേജാണ് ടു ഡു ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള പേജാണ്. ഇതിൽ നമ്മൾ ദിവസവും തീയതിയും കൃത്യമായിട്ട് എഴുതിയിട്ട് കുറച്ച് സ്ഥലം ഇട്ട് കൊടുക്കുക. അവിടെ നമുക്ക് അന്നാന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ ആവശ്യമുള്ളത് എഴുതി വയ്ക്കാനുള്ളൊരു പേജും കൂടിയിട്ടാണ്. അതിൻ്റെ അടുത്ത് നമുക്ക് ഇഷ്ടമുള്ള പടങ്ങളും വരച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ പ്ലാനർ നമ്മൾ വരച്ച് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് മുഴുവനായിട്ടും കാണാം. അങ്ങനെ നമ്മുടെ സിമ്പിളായിട്ടുള്ള പ്ലാനർ നമ്മൾ വരച്ച് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് അയച്ചു തന്ന പിക്ചേഴ്സ് കാണാം. നിങ്ങൾക്കും ഇതുപോലെ അയച്ചു തരാവുന്നതാണ്. അനുരാധ BR, ആയിഷു, ഐശ്വര്യ O, ഇലിയാന MM, സെഹന, അനുരാധ ബിജു, ദേവതീർത്ഥ C, ഹിബ ഫാത്തിമ S, നൈല നാസർ, ശരണ്യ VN. ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. തീർച്ചയായിട്ടും പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. അതുവരെയ്ക്കും എല്ലാ കൂട്ടുകാർക്കും ബൈ ആൻഡ് ടേക്ക് കെയർ.